നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള ഭവനങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ്. ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വേണം എന്ന് തന്നെയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അത് വേണ്ട എന്ന് ഒരാളും വിചാരിക്കില്ല. കാരണം ലക്ഷ്മി ദേവി ഉണ്ടെങ്കിലാണ്, ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഐശ്വര്യത്തിൻ്റെ, സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ, സർവ്വമംഗളങ്ങളുടെയും ദേവിയാണ്, ശ്രീദേവിയാണ്. ലക്ഷ്മി എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു അർത്ഥം പറയുന്നത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവൾ എന്നും കൂടിയിട്ടാണ്. അതായത് നമുക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടെന്ന് വിചാരിക്കുക, നല്ല ലക്ഷ്യങ്ങളായിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ആ ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് മഹാലക്ഷ്മി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട്. അതാണ് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവളെന്ന്. അപ്പോൾ മഹാലക്ഷ്മി കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ശുഭകാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും. അപ്പം ഞാനീ പറയാൻ പോകുന്ന ലക്ഷണങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലതൊന്നും ചിലരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അയ്യോ എൻ്റെ വീട്ടിൽ ലക്ഷ്മി ദേവി ഇല്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്നാൽ ഇതിൽ ഭൂരിഭാഗം ലക്ഷണങ്ങളും നമ്മുടെ വീടുകളിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്നുള്ളത്. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്കും ഉറപ്പിക്കാം ലക്ഷ്മി ദേവി നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ല എന്നുള്ളത്. പകരം മൂദേവിയാണ് കയറിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ നമുക്ക് വീഴ്ച പറ്റിയത് എന്ന് നോക്കുക. ഏത് ലക്ഷണങ്ങളാണ്, ഏത് ശുഭലക്ഷണങ്ങളാണ് ഇല്ലാത്തത് എന്ന് നോക്കുക. അതുണ്ടാകാനായിട്ട് എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പരിശ്രമം നടത്തേണ്ടത് നോക്കുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മതി. അതാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണ്, ഇപ്പോൾ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. അത് അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ അതിനെ പരിഹരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സർജറി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ പിന്നെ സുഖമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ, എന്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം പരിഹരിച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എല്ലാമായി ലക്ഷ്മി ദേവി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് ഇല്ലാത്തത്? എന്തും നല്ല നല്ല സുഖം, സൗകര്യങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, എല്ലാ ശുഭകാര്യങ്ങളും നമ്മുടെ വീടുകളിൽ സംഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയണത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഭഗവാൻ ഇന്നലെ കൂർമാവതാര രൂപത്തിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ താഴോട്ട് കൂർമ്മത്തിൻ്റെ രൂപത്തിലാണ് കാലുകളൊക്കെ ആയിട്ട് ചാർത്തിയിട്ടുണ്ട്, ആ പുറന്തോടൊക്കെ ആയിട്ട് ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഭഗവാനായിട്ട്, നാരായണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്, ശംഖ് ചക്ര ഗദാ പത്മത്തോട് കൂടിയിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് ലഭിക്കുക. നന്നായിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ഭാവത്തിലൊക്കെ ആയിട്ടായിരുന്നു എനിക്ക് മുഖം തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എപ്പോഴും കൂർമാവതാരം വരുമ്പോൾ എന്തിനാണ് ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചത്? അതും കൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതായത് ഈ പാലാഴി കടയുന്ന സമയത്ത് ആ താഴ്ന്നു പോകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഭഗവാൻ ചെയ്തത്. ആ ഉയർത്താൻ വേണ്ടിയിട്ടാണ് കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പെടുന്നവരുണ്ടായിരിക്കും, സങ്കടത്തിൻ്റെ കടലിൽ മുങ്ങി താഴുന്നവരുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ ഒന്നും താഴ്ന്നു പോകാനായിട്ട് ഭഗവാൻ ഒരിക്കലും അനുവദിക്കില്ല. എത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾക്ക് തോന്നും നമ്മൾ താഴ്ന്നു പോകുകയാണല്ലോ, ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഘട്ടം വരില്ലേ, ആ ഒരു സമയത്ത് ഭഗവാൻ അവതരിച്ചിരിക്കും നമ്മളെല്ലാവരെയും സംരക്ഷിക്കാനായിട്ട്, മന്ദരപർവ്വതത്തെ ഉയർത്താനായിട്ട് കൂർമ്മമായിട്ട് അവതരിച്ച ഭഗവാനെ പോലെ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന വേളയിൽ ഉണ്ടാകേണ്ടത്. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താനായിട്ട് ഭഗവാൻ ഒരിക്കൽ അവതരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം. ആ വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് കൂർമാവതാരമൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. മനോഹരമായിട്ട് ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 തിരുമുടി മാലകളുണ്ട്. ഏറ്റവും മുകളിലുള്ളത് ചുവപ്പും, അതായത് തെച്ചിയും നന്ദ്യാർവട്ടും തുളസിയും കൂടിയിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് ചുവപ്പായിരുന്നു. ഒരു ഉണ്ടമാലയുണ്ട്.
അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. തെച്ചി തുളസിയാണ് കൂടുതൽ പുറത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് വളരെ കുറച്ചാണ് നന്ദ്യാർവട്ട പൂക്കൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് കുത്തുകുത്തായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ സ്വർണ്ണ കിരീടമൊക്കെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്, മാലകൾ അണിഞ്ഞിട്ടുണ്ട്, 4 തൃക്കൈകളുണ്ട്. അതിലെല്ലാം ഭഗവാന്റെ ആയുധങ്ങളെല്ലാം ചന്ദനം കൊണ്ട് തന്നെയാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. കളഭം കൊണ്ട് തന്നെയാണ് ചാർത്തിയിരിക്കുന്നത്. താമര യഥാർത്ഥ താമരയാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആഭരണങ്ങളിലെ ഈ കൈവളകളും അതേപോലെ തന്നെ അരയിലുള്ള ആ ഒരു കിങ്ങിണിയൊക്കെ ഉണ്ടല്ലോ, ഇത് നല്ല വീതിയിലാണ്. കൈവളയൊക്കെ നല്ല വീതിയിൽ നല്ല തിളക്കത്തിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു, അരയിലെ കിങ്ങിണിയാണെങ്കിലും. അപ്പം നല്ല തിളക്കത്തോടു കൂടി നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്, കൂർമാവതാരമായിട്ട്. അപ്പോൾ കൂർമാവതാരമായി നിൽക്കുന്ന ഭഗവാന്റെ സ്വരൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ പറയാം കേട്ടോ. ഇതിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സ്ത്രീകളൊക്കെയുള്ള വീടുകളാണെങ്കിൽ സ്ത്രീകളുടെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന വീടാണോ, അങ്ങനെയാണെങ്കിൽ അവിടെ ലക്ഷ്മി വാസം ഉണ്ട് എന്നാണ് പറയുക. അതായത് സ്ത്രീകളുടെ കണ്ണുനീര് വീഴാത്ത ഇടം, നല്ല പെരുമാറ്റമുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ. അത്രയും സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബലകൾ ചബലകൾ അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. നല്ല ധൈര്യവതികളാണ്. ശരിക്കും പുരുഷന്മാരെക്കാൾ ധൈര്യം സ്ത്രീകൾക്കാണ്. അവർക്ക് ധൈര്യത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഒരു കുടുംബത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? സ്ത്രീകൾ സന്തോഷവതികളാണോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി സാന്നിധ്യം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അവിടെ ഉണ്ട് എന്നാണ് പറയുക. അതേപോലെ തന്നെ പരദൂഷണം പറയാത്ത സ്ത്രീകൾ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ഞാൻ പറയണത് ഇപ്പോൾ അസൂയ കുശുമ്പ അങ്ങനെയുള്ള വികാരങ്ങൾ അത് എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിരിക്കും. അതില്ലാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അത് മനുഷ്യരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷെ അത് നമുക്ക് നിയന്ത്രിക്കാനാകാത്ത രീതിയിലുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരുടെ കാര്യമല്ല പറയണത്. അല്ലാതെ നന്നായി പെരുമാറുന്നവരെ, സ്വഭാവികളായിട്ടുള്ളവരെ, എന്തും സഹിക്കുന്നവരെന്നല്ല അർത്ഥം വരുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് സുഖമുള്ള വീടുകൾ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. തുളസി ചെടിയെ നമ്മൾ ലക്ഷ്മി ദേവി ആയിട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ തുളസി തറയുള്ള വീടില്ലേ, ഇപ്പോൾ തറയില്ലെങ്കിലും തുളസി ചെടി സമൃദ്ധമായിട്ട് വളരുന്ന വീടുകളാണോ അവിടെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ട്. കാരണം തുളസി ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് തുളസി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് തുളസി ചെടിക്ക് ഇത്രയേറെ പ്രാധാന്യം. ചിലപ്പോൾ ഒരു ചെടിയേ ഉണ്ടായിരിക്കുള്ളൂ, അത് നല്ല ഭംഗിയിൽ വളരുന്നുണ്ടായിരിക്കും. അതിങ്ങനെ ശോഷിച്ചു പോകുക, ഉണങ്ങിപ്പോകുക, കരിഞ്ഞു പോകുക, അങ്ങനെയൊക്കെയാണെങ്കിൽ സാന്നിധ്യം ഇല്ല, അല്ലെങ്കിൽ സാന്നിധ്യം കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുക. അതല്ലാതെ നമ്മൾ ചിലപ്പോൾ മുറ്റത്തൊക്കെ നട്ടിട്ടുള്ള തുളസി ചെടിയാണെന്ന് വിചാരിക്കുക, ചട്ടിയിലല്ല കേട്ടോ, മുറ്റത്താണ് നമുക്കിത് പറയാൻ പറ്റുക. ഇപ്പോൾ ഒരു ചെടിയെ നട്ടിട്ടില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവിടെ നിറയെ തുളസി ചെടികൾ വളർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ വരിക. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ നമ്മൾ നടാത്ത ഒരു സ്ഥലത്താണെങ്കിലും പെട്ടെന്ന് ഒരു തുളസി ചെടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം അത് തുളസി ചെടി ആയതുകൊണ്ട് അപ്പോഴും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ തുളസി ചെടി നന്നായി പരിപാലിക്കുന്ന കുടുംബങ്ങളിൽ, തുളസിച്ചെടി നന്നായിട്ട് തഴച്ച് വളരുന്ന കുടുംബങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ തുളസി ചെടിയോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് നെല്ലിമരം എന്ന് പറയുന്നത്. നെല്ലിക്ക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു ചെടിയാണ് നെല്ലിമരം. അതായത് നമ്മൾ കഥയിൽ കേട്ടിട്ട് ആദിശങ്കരാചാര്യരെ കനകധാരാ സ്തോത്രം ചൊല്ലിയ സമയത്ത് സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒന്നാണ്. നെല്ലിമരമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീടിനോട് തൊട്ട് ചേർന്നിട്ടല്ല പറയണത്, കാരണം അത് വലിയ വൃക്ഷമാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തൊക്കെ നെല്ലിമരം വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നെല്ലിമരം ഉള്ള വീട്ടിൽ, അതേപോലെ തന്നെ പശുക്കളുള്ള വീടുകളുണ്ടായിരിക്കും. ഇപ്പോൾ പശുക്കളെ വളർത്തുന്നത് തന്നെ ഐശ്വര്യമാണെന്നാണ് പറയുക. അപ്പോൾ അവരുടെ കരച്ചിൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ പശുക്കുട്ടികളുടെ കരച്ചിലൊക്കെ കേൾക്കുന്ന വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഉള്ളതായിട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും പഴകിയത്, മുഷിഞ്ഞത് അതൊന്നും ധരിച്ചിട്ട് നിൽക്കരുതെന്നാണ് പറയുക. അതേപോലെ തന്നെ കീറിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന വീട്ടിലൊന്നും ലക്ഷ്മി ദേവിയുടെ അത് സാന്നിധ്യം കുറഞ്ഞു വരിക ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ എപ്പോഴും കീറിയതാണെങ്കിൽ എന്തായാലും ഇത് ഉപേക്ഷിക്കേണ്ടതാണ് അല്ലേ.
ഇന്നത്തെ കാലത്ത് ഒട്ടും ഇല്ലാത്തവരായിട്ട് അത് വളരെ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അലമാരയിലൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും പൊടി പിടിക്കാതെ, പക്ഷേ വീട്ടിലിടുന്നത് അത്രയും പഴകിയത്, മുഷിഞ്ഞത്, കീറിയതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വൃത്തിയുള്ള വസ്ത്രം, കീറിയതല്ലാത്ത വസ്ത്രം ധരിക്കുന്ന വീടുകളിലുള്ളവർ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും ആരാണെങ്കിലും വൃത്തിയുള്ള കീറാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന വീടുകളാണോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണങ്ങളൊന്നും പാഴാക്കാത്ത വീടുകളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കഴിക്കാനൊക്കെ മടിയായിരിക്കും. ചിലപ്പോൾ സമൃദ്ധമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, കഴിക്കാനായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ ഇരുന്നിട്ട് പിന്നെ അത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പാചകം ചെയ്യാനായിട്ട് സാധിക്കുന്ന വീടാണോ, അധികമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ വരാത്ത വീടുകളാണോ, ഇത് ഭക്ഷണം ഉപേക്ഷിക്കാത്ത വീടുകളാണോ, തീർച്ചയായിട്ടും അവിടെ ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും. കാരണം അന്നലക്ഷ്മി തന്നെയാണ് പറയുക. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണം അതിൽ പെടും കേട്ടോ. അരി കഴുകുമ്പോൾ പോലും ഒരു മണി പോലും കളയാതെ നമുക്ക് കഴുകാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വേസ്റ്റൊക്കെ വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണല്ലോ പറയുക. അഴിച്ചു വാരിയിട്ട് എല്ലാ വേസ്റ്റുകളും കൂട്ടിക്കെട്ടിയിട്ട് വീടിൻ്റെ തന്നെ ഒരു മൂലക്കിൽ കൊണ്ടുപോയി വെക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല. അങ്ങനെ വെക്കാത്ത വീടുകൾ ഉണ്ടായിരിക്കുമല്ലോ, അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ വീട്ടിൽ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേസ്റ്റുകളുടെ കൂമ്പാരം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. കാണാൻ പറ്റാത്ത വീടുകളിലാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പം നഖം വെട്ടിയിടാതിരിക്കുക, മുടിയൊന്നും ഇങ്ങനെ കെട്ടുകളഞ്ഞിട്ട് അല്ലെങ്കിൽ ചീകിയിട്ട് താഴെ വീഴാത്ത രീതിയിൽ വെക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന വീടുകളാണെങ്കിലും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പിന്നെ വിളക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെ കരിന്തിരി കത്താതിരിക്കുക, വിളക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ കത്തൂലോ, വെള്ളമൊക്കെ നിറഞ്ഞതുപോലെ പൊട്ടി കത്താതിരിക്കുക, അതേപോലെ തന്നെ ആളി കത്താതിരിക്കുക, അങ്ങനെയൊക്കെ വിളക്ക് നല്ല ഭംഗിയിൽ തെളിഞ്ഞു നിൽക്കുന്ന വീടുകളുണ്ടായിരിക്കും. നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതിനാണ് പഞ്ഞിത്തിരിയൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വിളക്കിലുണ്ടെങ്കിൽ അതൊക്കെ നന്നായി തുടച്ച് മാറ്റിയതിന് ശേഷം വിളക്ക് കൊളുത്തുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വൃത്തിയായിട്ട് കൊളുത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സ്വയം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ അവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. എല്ലാം ഭംഗിയായിട്ട് വിളക്ക് കത്തി നിൽക്കുന്ന ചില വിളക്കുകളൊക്കെ കൊളുത്തുന്ന സമയത്ത് അത് നല്ല ഭംഗിയിൽ അതിൻ്റെ ഓരോ നാളങ്ങളും കത്തുന്നുണ്ടായിരിക്കും. ചെറിയൊരു നാളമൊക്കെ ആയിട്ടായിരിക്കും അതിങ്ങനെ ഉലയാതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഭംഗിയിൽ കത്തുന്നുണ്ടായിരിക്കും. അതൊരു ചിലരുടെ ഒരു കലയാണെന്നും കൂടെ പറയാം കേട്ടോ. അത്ര ഭംഗിയായിട്ട് വിളക്ക് കൊളുത്തുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുക. പിന്നെ നമുക്ക് എവിടെ നിന്നെങ്കിലും പണമൊക്കെ ലഭിക്കുക, എവിടെ നിന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്ന കാര്യങ്ങളല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുള്ള പണമായിട്ടായിരിക്കും. അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പണമായിട്ട് ലഭിച്ചു, കുറേ നാളായിട്ട് കാണാതിരിക്കുകയായിരുന്നു, അത് തിരികെ കിട്ടി. ഇപ്പോൾ പൂജാമുറിയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇപ്പോൾ നാണയങ്ങളാണെങ്കിലും ഇപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നാണയങ്ങളൊക്കെ കിട്ടിയെന്ന് വരുമല്ലോ, അതൊക്കെ ശുഭസൂചകമാണെന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ അവരുടെ സഹോദരിയുടെ വിവാഹത്തിന് സമ്മാനങ്ങളൊക്കെ ആയിട്ട് പണവും കൂടെ കൊടുക്കുമല്ലോ. അപ്പോൾ കവറിലൊക്കെ ഇട്ടിട്ട് പണമൊക്കെ ആരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അന്നത്തെ തിരക്കിലെ ചിലതൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചു, ചിലത് എവിടേക്കോ എടുത്തു വെച്ചു, മറന്നുപോയി അവർ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പണത്തിന് ആവശ്യം വന്നപ്പോൾ വേറെ എന്തോ തിരഞ്ഞു നോക്കുന്ന ഒരു സമയത്ത് കൃത്യം ആ പണത്തിന് ആവശ്യമുള്ള സമയത്താണ് അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കവർ അവരുടെ കയ്യിൽ കിട്ടിയത്. അത് ഇതൊരു 10 വർഷം മുൻപ് നടന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അന്ന് അതിൽ 5000 രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സന്തോഷം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടില്ലേ. നമ്മുടേതായിട്ടുള്ള പണം മറ്റുള്ളവർ കൊണ്ടുവന്ന് തരുന്നതല്ലാട്ടോ ഉദ്ദേശിച്ച്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പണം ലഭിക്കുമല്ലോ. അതൊക്കെ വളരെ ശുഭസൂചകമാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളിടത്തും ലക്ഷ്മി ദേവി ഉണ്ടെങ്കിലല്ലേ, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഈ പണമാണെങ്കിലും നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവരൊക്കെ കയറി വരും. ഇപ്പം ചെമ്പോത്തിൻ്റെ കാര്യമൊക്കെ ഉപ്പൻ എന്നൊക്കെ പറയാറില്ലേ, അവരെയൊക്കെ കാണുകയാണെങ്കിൽ അത് കാഴ്ചയിൽ നമ്മുടെ കണ്ണിൽ പെടുകയാണ്. നമ്മുടെ വീടിൻ്റെ ആ മുറ്റത്ത് അല്ലെങ്കിൽ പരിസരത്തൊക്കെ ആയിട്ട് ഇവരെയൊക്കെ കാണുക. ഇപ്പോൾ ഒരു മയിൽപ്പീലിയൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ കണ്ണിൽ പെടുക, അല്ലെങ്കിൽ മഞ്ചാടിക്കുരു, കുന്നിക്കുരു, ഇതിൻ്റെ ഒന്നും മരങ്ങളോ ഒന്നും ആ പരിസരത്ത് ഇല്ലാത്തതായിരിക്കും. പക്ഷെ ഇവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടും. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുക. ഭഗവാന്റെ സാന്നിധ്യമാണ് നമ്മൾ അവിടെ പറയാറുള്ളത്. ഭഗവാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലക്ഷ്മി ദേവിയും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ പറയാറുള്ളത് ഇപ്പോൾ
പൂച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജീവി തന്നെയാണ്. പൂച്ചയുടെ പ്രത്യേകത ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂച്ച ഇരിക്കുള്ളൂ. ബാക്കിയുള്ള മൃഗങ്ങളുടെ പോലെയൊന്നുമല്ല. പൂച്ച ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അത് ആ പരിസരത്ത് വൃത്തിയുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ പൂച്ചയൊക്കെ വീടുകളിലേക്ക് കയറി വരുന്നത് നല്ലതാണെന്നാണ് പറയുക. പ്രത്യേകിച്ച് പൂച്ചയൊക്കെ വീടുകളിൽ പ്രസവിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിലേ ഈ ഓടിട്ട വീട്ടിൽ അല്ലെങ്കിൽ മച്ചൊക്കെയുള്ള വീടുകളില്ലേ, മച്ചിൻ്റെ മുകളിലൊക്കെ ഇവർ കയറിയിരിക്കും. കാരണം അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ് അപ്പോഴും നോക്കുക. പിന്നെ മുകളിലേക്ക് ചാടിക്കയറാനൊക്കെ പറ്റുന്നത് കൊണ്ട് ആരും അധികം വരാത്ത സ്ഥലത്തൊക്കെ ഇരുന്നിട്ടായിരിക്കും പൂച്ചകൾ പ്രസവിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്നത് ഏറ്റവും നമുക്ക് നല്ല കാലം വരുന്നത് ലക്ഷണമായിട്ടും കൂടെ പറയാറുണ്ട്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സമയത്താണ് പൂച്ച പ്രസവിക്കുന്നത് വീടുകളിൽ, അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചയൊക്കെ വീടുകളിലേക്ക് കയറി വരുന്നത് നല്ലതാണ്, പൂച്ച പ്രസവിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഭവനങ്ങളിൽ ഉള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയാറുള്ളത്. പിന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ശബ്ദങ്ങൾ കേൾക്കുക, നല്ല ശബ്ദങ്ങൾ. ഇപ്പം ക്ഷേത്രത്തിൽ നിന്നുള്ള, ഇപ്പം നട തുറക്കുന്ന സമയത്തൊക്കെയുള്ള മണിനാദങ്ങൾ, ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിഗാനങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. ചിലപ്പോൾ തൊട്ടടുത്തൊന്നും ആയിരിക്കില്ല, എന്നാലും അതിൻ്റെ അലയൊലികൾ ശബ്ദം ഇങ്ങനെ സഞ്ചരിച്ച് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ എത്തിയെന്ന് വരും. അങ്ങനെയൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് വിളക്ക് കൊളുത്തുന്ന സമയത്തൊക്കെയാണ്, സന്ധ്യാസമയത്തൊക്കെയാണ് അങ്ങനെ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ടാണ് പറയാറുള്ളത്. ഇതോടൊപ്പം തന്നെ ഇപ്പം സുഗന്ധങ്ങളുടെ കാര്യം പറയാം. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട സുഗന്ധങ്ങൾ കിട്ടുകയാണെങ്കിൽ, ചന്ദനത്തിൻ്റെ അല്ലെങ്കിൽ കളഭത്തിൻ്റെ ഒക്കെ ഗന്ധം വരികയാണെങ്കിൽ, സാധ്യതയില്ലാഞ്ഞിട്ട് പോലും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, മുല്ലപ്പൂ ആ പരിസരത്തെ ഉണ്ടായിരിക്കില്ല, പക്ഷെ അതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും സാന്നിധ്യം അവർ നമ്മുടെ കുടുംബങ്ങളിൽ എത്തി എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം അവരുള്ളപ്പോഴാണ് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെയുള്ള നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് നമുക്ക് അവിടെ ഉറപ്പിക്കാം. പിന്നെ കുറേ നാളുകളായിട്ട് നമുക്ക് കിട്ടാതെ മുടങ്ങി കിടക്കുന്ന, നമുക്ക് ലഭിക്കാനുള്ള പണമൊക്കെ തിരികെ കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് മിണ്ടാതിരിക്കുന്നവർ, വഴക്കൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അവരൊക്കെ ഒത്തുചേരാനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുക. അതായത് ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നതാണ് സന്തോഷം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നല്ല മനസ്സോട് കൂടിയിട്ട് കൂടിച്ചേരാനായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഏറെ നാളുകളായിട്ട് നമുക്കുള്ള ചില ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വരികയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ചില വസ്തുക്കളെ കുറിച്ചിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കല്ലുപ്പ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരുന്നത് ഏറ്റവും ശുഭകരമാണ് കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ആയിരിക്കും നമ്മൾ ഉപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വരിക. അന്നൊരു ചൊവ്വാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്നാണല്ലോ ഇത് വാങ്ങിക്കാനായിട്ട് നമുക്ക് തോന്നിപ്പിച്ചത്. അപ്പോൾ അത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത്, അങ്ങനെയും കൂടെ പറയാറുണ്ട്. നമ്മൾ മനഃപൂർവ്വം പോയി വാങ്ങുന്നതല്ല, വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാമജപമാണ്. വിളക്ക് കൊളുത്തിയിട്ട് നാമം ജപിക്കുന്ന വീട്ടിലെ ലക്ഷ്മി ദേവി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് അതിൻ്റെ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധം. വെറുതെ അധര വ്യായാമല്ല. കാരണം ലക്ഷ്മി ദേവിയും അതേപോലെ തന്നെ മൂദേവിയും കൂടി രണ്ടുപേരും കൂടെ നടന്നു വരൂ ഇത്രയും സന്ധ്യാസമയത്ത്, അതായത് വിളക്ക് വെക്കുന്ന നേരത്ത്. അങ്ങനെ നാമജപം കേൾക്കുമ്പോൾ ലക്ഷ്മി ദേവി കാലെടുത്ത് വെക്കും. പക്ഷെ വെറുതെ എങ്ങനെ അധരവ്യായാമം മാത്രമേ ഉള്ളൂ, മനസ്സിരുത്തിക്കൊണ്ടല്ല നാമജപം നടത്തുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ എടുത്തു വെച്ച കാല് പുറകിലോട്ട് വെക്കും. എന്നിട്ട് വേഗം തന്നെ മൂദേവി കയറിയിട്ട് അവിടെ കൂടുന്നതാണ് പറയുക. അപ്പോൾ വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും സമർപ്പണത്തോട് കൂടിയിട്ട് മനസ്സിരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രയത്നിക്കുക, പരിശ്രമിക്കുക. അത് ഭഗവാനെ കൂടെ നിർത്തിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ലക്ഷ്മി ദേവി കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചോളും. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നാമം ജപിക്കുക, സൽപ്രവൃത്തികൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ലത് ചിന്തിക്കുക, സന്തോഷകരമായിട്ട് ജീവിക്കുക. എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകണേ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാതും ശുഭകരമായിട്ട് ചെയ്യുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവി സ്ഥിരതാമസമായിട്ട് ഉണ്ടായിക്കോളും. അത് താമസം ഉറപ്പിക്കും അവിടെ, അത്രേ വേണ്ടൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, നമുക്ക് എവിടെയാണോ വീഴ്ച സംഭവിക്കുന്നത് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം സാധിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ പശു വളർത്തേണ്ട കാര്യം പറഞ്ഞു, എല്ലാവർക്കും സാധിക്കൂ? ഇല്ല. പക്ഷെ ഈ പറഞ്ഞതിലെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം നല്ല രീതിയിലാണല്ലോ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എല്ലാവരുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ലക്ഷ്മി കടാക്ഷത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇതെല്ലാം കൃത്യമായിട്ട് വീടുകളിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഉറപ്പിക്കാം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെന്ന്. അത് നമുക്കൊരു വിശ്വാസമല്ലേ, നമുക്കൊരു ധൈര്യമല്ലേ അത് തരിക, സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇല്ലാത്തവർ അത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂടെ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോയിൽ പറയാൻ പ്രധാനമായിട്ടുള്ള ഭാഗം. പിന്നെ നാമജപവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽ എല്ലാവരും നാമജപം കൃത്യമായിട്ട് രേഖപ്പെടുത്തു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാമജപം എല്ലാം കൂടെ കൂട്ടി വന്നിട്ടുണ്ട്. ഇന്നലെ 1,79,045 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നാമജപത്തിൻ്റെ വലിയൊരു സംഖ്യയായിട്ട് എനിക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാമജപമൊക്കെ വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. പ്രത്യേകിച്ച് രാമായണ മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.